ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ. ലോകമേ യാത്ര എന്ന കവിതയിൽ സിസ്റ്റർ മേരി ബെനിഗ്ന ഇപ്രകാരം എഴുതുന്നു: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമസ്തമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നും ഇല്ലതിൽ. മരണമെന്ന പ്രഹേളികയ്ക്ക് മുന്നിൽ ദൈവത്തിൻ്റെ ഉത്തരമാണ് യേശുവിൻ്റെ ഉത്ഥാനം. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന്മേൽ മനുഷ്യവംശത്തിന് ദൈവം സമ്മാനിച്ച വിജയമാണുയർപ്പ്. ജീവിതത്തിൻ്റെ ശൂന്യതയ്ക്ക് മുൻപിൽ ഉയർന്നു വരുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉത്ഥാനം. കൈക്കുഞ്ഞുമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഗാറിൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നതെനിക്ക് കാണാൻ വയ്യ എന്നു പറഞ്ഞ് ഹാഗാർ ഉച്ചത്തിൽ കരയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ പ്രത്യക്ഷനായി, ഹാഗാർ, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട എന്ന് അരുൾ ചെയ്യുന്നു. ചെങ്കടലിനു സമീപേ ഇസ്രായേൽ ജനതയെ നയിച്ചെത്തിയ മോശ മുന്നിൽ കടലും പിന്നിൽ ഈജിപ്തിൻ്റെ സൈന്യവും കണ്ടുമുട്ടുമ്പോൾ പതറിപ്പോകുന്നുണ്ട്. ദൈവം ചെങ്കടൽ പിളർന്ന് വഴിയൊരുക്കി ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൻ്റെ നിരർത്ഥതയ്ക്ക് മുന്നിൽ, നൈരാശ്യത്തിനു മുൻപിൽ തുണയായി എത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഉത്ഥാന തിരുനാൾ നമുക്ക് സമ്മാനിക്കുന്നത്. കല്ലറകൾക്കുള്ളിൽ നിന്ന് ഉയർത്തവരാണ് യേശുവും വിശുദ്ധരും എന്നിരിക്കെ, സ്വയം കല്ലറകൾ തീർത്ത് അതിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരെ നമുക്ക് ചുറ്റും കാണാം. മകൻ മരിച്ചതിൻ്റെ പേരിൽ ജീവനൊടുക്കുന്ന മാതാപിതാക്കളും, പരീക്ഷയിലെ പരാജയം അഭിമുഖീകരിക്കുവാനാവാതെ നിരാശരായി മാറുന്ന യുവതി യുവാക്കളും, കുടുംബ തകർച്ചകൾക്ക് പരിഹാരം മദ്യത്തിലും മയക്കുമരുന്നിലും കണ്ടെത്തുന്നവരും, ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം എന്നതുപോലെ ജീവിതത്തിൻ്റെ നന്മ വിസ്മരിക്കുന്നവരാണ്. PK പാറക്കടവിൻ്റെ ആഹ്ലാദ ചിറകുകൾ എന്ന കവിതാഭാഗം ഇങ്ങനെയാണ്: വർണ്ണച്ചിറകുകൾ വീശി ചെടിയെ വട്ടം ചുറ്റി പൂമ്പാറ്റ പൂവിന്മേൽ വന്നിരുന്നു. ഇലകൾ ഒന്നായി വിളിച്ചു പറഞ്ഞു, പുഴുവായിരുന്നില്ല നീ, പുഴുവായിരുന്നില്ല നീ. പെട്ടെന്ന് ചിറകുകൾ ചലനമറ്റതായി പൂമ്പാറ്റ ചത്ത് ചെടിയുടെ ചുവട്ടിൽ വീണു. ചിലപ്പോഴെങ്കിലും ഭൂതകാലത്തിൻ്റെ ഓർമ്മ നമ്മുടെ ചിറകുകൾ ഇല്ലാതാക്കും. കാറ്റുവന്ന് ചെടിയോട് പറഞ്ഞു, പുഴുവായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതിനു പകരം പൂവായിരുന്നില്ലേ നീ എന്ന് ചോദിക്കാമായിരുന്നു. ആഹ്ലാദ ചിറകുകളുമായി പൂമ്പാറ്റ ഇപ്പോഴും പറന്നു കളിക്കുമായിരുന്നു. ഇലകൾക്ക് ബോധോദയമുണ്ടായി. കർത്താവിൻ്റെ തുറന്ന കല്ലറ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അവിടെ മാലാഖമാർ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശം മുഴങ്ങുന്നു. പ്രത്യാശ ജനിക്കുന്നു. വിജയദർശനമുണ്ടാകുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു: നിരാശയ്ക്കു നിങ്ങൾ കീഴ്പ്പെടരുത്. നാം ഉയർപ്പിൻ്റെ ജനമാണ്. ഹല്ലേലൂയ ആണ് നമ്മുടെ ഗീതം. യു ഹാവ് വൈ എന്ന അഥവാ എന്നതുകൊണ്ട് എന്നതുണ്ടെങ്കിൽ ഹൗ അഥവാ എങ്ങനെ എന്നതിന് ഉത്തരം കിട്ടും. വിക്ടർ ഫ്രാങ്കിൻ്റെ വാക്കുകളാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ വഴി ആകട്ടെ. ഏവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ.